നോർമൽ വോൾട്ടേജ് ആണ് രണ്ട് കണ്ടക്ടറിലേക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ കണ്ടക്ടറിൽ നോർമൽ കണ്ടീഷൻ തന്നെ അവിടെ ട്രാൻസ്മിഷൻ സ്മൂത്ത് ആയിട്ട് നടക്കും. ട്രാൻസ്മിഷൻ ലൈനിന് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് നോർമൽ വാല്യൂവിനേക്കാൾ ഒരു ഹയർ വാല്യൂയിലേക്ക് ലൈക്ക് ഒരു 30 കിലോ വോൾട്ട് പെർ സെന്റിമീറ്റർ അങ്ങനെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്താൽ ആൻഡ് ഈ കണ്ടക്ടേഴ്സ് തമ്മിലുള്ള സ്പേസിങ് അതിന്റെ ഡയമീറ്ററിനേക്കാളും ഇൻക്രീസും ആണ്, വോൾട്ടേജും നോർമൽ വാല്യൂവിനേക്കാൾ ഇൻക്രീസ് ചെയ്താൽ അവിടെ ഒരു ഹിസ്സിങ് നോയിസോട് കൂടി ഒരു ലെയർ ഫോം ചെയ്യും. ഒരു ലെയർ എന്ന് പറയുന്നത് ഒരു ഫെയിന്റ് വയലറ്റ് ഗ്ലോ ഉള്ള ഒരു ലെയർ ആ കണ്ടക്ടറിന് ചുറ്റും ഫോം ചെയ്യും. ആ ഫോർമേഷനെയാണ് നമ്മൾ കൊറോണ എന്ന് പറയുന്നത്. കൊറോണ എപ്പോഴും അക്കമ്പനീഡ് ബൈ ഹിസ്സിങ് നോയിസ്, പിന്നെ എന്താ പവർ ലോസ് ഉണ്ടാവും, പവർ ലോസ് ആവും. ദെൻ ഓസോൺ ഫോം ചെയ്യും. ഓസോൺ ഇസ് ഹാംഫുൾ അല്ലെ, അപ്പൊ ഓസോൺസ് ഫോം ചെയ്യും. ഇങ്ങനെയാണ് കൊറോണ വരുന്നത്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കൊറോണ പറയുമ്പോൾ നമുക്ക് സുഖമായിട്ട് പറയാം ലൈൻ